ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദുരിതങ്ങളിൽ കർത്താവിനെ ഉപേക്ഷിക്കരുത് എന്നതിനെ കുറിച്ചാണ്. 118 സങ്കീർത്തനത്തിൽ 5 തിരുലിഖിതം, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് അന്നക്കുട്ടി ചക്കാലയിൽ. ഞാൻ കച്ചേരിക്കടവിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 11 തീയതി ഞാൻ അവിടെ ധ്യാനത്തിന് പോയി. അട്ടപ്പാടി ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നുമേല, ധ്യാനം കൂടാൻ തന്നെ പറ്റുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു വിഷമത്തിലാണ് പോയത്. ഞാൻ മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സിൽ 13 ദിവസം ഞാൻ അവിടെ കിടന്നു. അവിടെ കിടന്നിട്ടൊന്നും എനിക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു വർത്തമാനം പറയാനോ പ്രാർത്ഥന ചെല്ലാനോ മുട്ടയെ കുത്തി ഒരു നന്മ നിറഞ്ഞ മറിയുമെന്ന് ചെല്ലാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. അങ്ങനെയായിരുന്നു. എനിക്ക് നേരത്തെ അറിയാവുന്ന, ഞാൻ അത് കേട്ടിട്ടുള്ളതാണ് പറഞ്ഞത്. ഞാൻ അവിടുന്ന് പോന്നപ്പോൾ എനിക്ക് നല്ല സുഖമല്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മാർച്ച് 13 തീയതി ധ്യാനം കൂടി കഴിഞ്ഞ് ഇന്നേ സമയം വരെയും എനിക്ക് ഒരു തലവേദന ഉണ്ടാവുകയോ ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുകയും ഞാൻ പള്ളിയിൽ പോവുകയും 2 വർഷം ഞാൻ പള്ളിയിൽ പോകാതെ 2 വർഷം പള്ളി പോകാതെ വീട്ടിലിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോവുകയും എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നു. ഇത് എത്ര നാളായിട്ട് അമ്മ ഒന്നുകൂടെ പറഞ്ഞ? എത്ര നാളായിട്ട്? 30 കൊല്ലമായി എനിക്ക് തലവേദനയായിരുന്നു. 30 വർഷമായി കഠിനമായ തലവേദന. പിന്നെ ഈ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട് 4 കൊല്ലമായിട്ട് എനിക്ക് മുട്ടയെ കുത്തി നിൽക്കാനോ ഇങ്ങനെ നടക്കാനോ. പള്ളിയിലൊക്കെ പോയാൽ കസേര ഇരിക്കാൻ നല്ല മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് കൊതിച്ചിട്ടുണ്ട്, നടക്കിയല്ല. അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. ശരിക്കും ഭയങ്കരമായി നരകിക്കുന്ന ഒരവസ്ഥയിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴാണ് ഫാദേഴ്സ് എന്താ പേര്? ഫാദർ മുള്ളേഴ്സ് മംഗലാപുരം ആശുപത്രിയിൽ ഒരു ഹോസ്പിറ്റലിന്റെ പേരാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ പോയിട്ട് 13 ദിവസം അല്ലെ? എത്ര ദിവസം? 13 ദിവസം ഞാൻ കടന്നു. എന്നിട്ടൊന്നും എനിക്ക് വലിയ കുറവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത്. അപ്പോഴേക്ക് യേശുവോട് ആത്മാവ് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കടന്നു പോവുള്ളൂ, അതുകൊണ്ട് എഴുന്നേറ്റ് അട്ടപ്പാടിക്ക് പോകണം പറഞ്ഞ് അങ്ങനെ അട്ടപ്പാടി പോയി ഒരു 5 ദിവസം ധ്യാനം കൂടി. അത് ആവതുണ്ടായിട്ട് കൂടി, ശേഷിയുണ്ടായിട്ട് കൂടിയൊന്നല്ല. ഇനി കൈയടിക്കാൻ പറ്റില്ല, മുട്ടുകുത്താൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വന്നപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ വേദനയോടും കണ്ണുനീരോടും കൂടെ അവിടെ വചനം കേൾക്കാൻ വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ രോഗത്തിന്റെ പേര് പറഞ്ഞ് 5 പൈസ ചെലവാക്കാൻ ഇടപെട്ടില്ല. അതേപോലെ ആരോഗ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ എല്ലാ ജോലിയും നല്ല ആരോഗ്യം ദൈവം തന്നില്ലേ? പള്ളി പോകാനൊക്കെ പറ്റുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്, ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അടുക്കള ജോലി, ചോറ് വെക്കണം, പുട്ടുണ്ടാക്കണം അല്ലേ? എല്ലാ ജോലിയും ചെയ്യാൻ ആ വീട്ടുകാർക്ക് നല്ല അനുഗ്രഹമായി. ഉറക്കെ പറ ഹല്ലേലൂയ, പറ ഹല്ലേലൂയ. വലിയ ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശുവിനെ ആരാധിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. 145 സങ്കീർത്തനത്തിലെ 16 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രൈസ് ദി ലോർഡ്. മിണ്ടറില്ലല്ലോ, ഉറക്കെ പറ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. 2 കരങ്ങൾ ഉയർത്തി നല്ല ഉത്സാഹത്തോടെ വീശി വീശി കൈയടിച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിക്കാം. ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ.
ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ വചനം കേൾക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി, യേശു നാമത്തിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഏതെങ്കിലും തടസ്സങ്ങൾ നിമിത്തം ആരെങ്കിലും ചുറ്റുവട്ടത്ത് വചനം കേൾക്കാൻ പറ്റാതെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവരും ഇപ്പോൾ ടെലിവിഷന് മുമ്പിലേക്ക് വന്ന് വലിയൊരു സ്നേഹത്തോടെ ഒരു വിശ്വാസ ഐക്യത്തിൽ കൂട്ടായ്മയിൽ ഇപ്പോൾ കരങ്ങൾ ഉയർത്തുക. കുടുംബമായി ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം സ്വർഗം തുറക്കുന്ന സമയമാണ്. രണ്ടുപേർ ഏക മനസ്സോടെ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് ചെയ്തു തരും. ഹല്ലേലൂയ. ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും യേശു വാഗ്ദാനം ചെയ്തു. കരങ്ങൾ ഉയർത്തി യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഇന്ന് ഈ സമയം അനേക ഭാരങ്ങളോടും വലിയ മനോവിഷമങ്ങളോടും കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ കാണണമേ കർത്താവേ. മനസ്സിൽ മരവിപ്പ്, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട് വിശ്വാസം ദുർബലമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ആത്മീയമായി അപജയത്തിലേക്ക് പോയ ഈ പ്രിയപ്പെട്ട മക്കള് കർത്താവെ നിലവിളിക്കുമ്പോൾ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാലികാ ബാലന്മാര്, വിദ്യാർത്ഥിനികള്, യുവതിയുവാക്കന്മാര് ഓരോരുത്തരും കണ്ണുനീര് കാണണമേ കർത്താവെ. ദൈവമേ, കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ, സമൂഹങ്ങളിലേക്ക് ഇടപെടണമേ, സമർപ്പിത ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ, വൈദികരെ സ്പർശിക്കണമേ കർത്താവെ. ഓരോ മേഖലകളിലും ഇന്ന് അങ്ങയുടെ നാമം വിളിക്കുന്ന ഈ സമൂഹത്തിന് മേൽ അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ സമയം സാത്താന്യ പീഡകൾ വിട്ടുപോകട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ ഈ സമൂഹങ്ങളിൽ നിന്ന് നിബന്ധിക്കട്ടെ. ഓ ദൈവമേ, കാലങ്ങളായി ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ദൈവവചനത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവാനുഭവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ നാരകീയ സേനകളെയും അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, വിശ്വാസക്രമം നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പൈശാചിക പീഡയാണ് ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ വരുമ്പോൾ മനം തകർന്ന് കുറച്ച് ദിവസങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ വിമുഖരായിരിക്കുക. സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ പ്രാർത്ഥന കുറയ്ക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്സാഹമില്ല. സ്ഥിരം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് പള്ളിയിൽ പോകാൻ ഒരു മടി, ഒരു ഉത്സാഹമില്ലായ്മ. ആഴ്ചയിൽ കുമ്പസാരിച്ചുകൊണ്ടിരുന്നവർക്ക് ഇങ്ങനെയൊക്കെ കുമ്പസാരിച്ചത് എന്താ കാര്യം, ഒരു മടുപ്പ്. എന്താ പ്രശ്നം? പ്രശ്നം ഇതാണ്, ഇതാ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമാണ്, അത് മാറിപ്പോകുന്നില്ല. ഈ അടുത്ത കാലത്ത് അച്ഛൻ ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടു. ആ കുടുംബത്തിൽ ഒരുപാട് കാലങ്ങളായി ദൈവാരാധനയുള്ള കുടുംബം, ഒരുപാട് നാളുകളായി അവർ ദൈവവചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ കുട്ടികൾ പഠനത്തിൽ വളരെ പുറകോട്ട് പോയി. ആ കുട്ടികൾ പഠനത്തിൽ അവർ റിസൾട്ട് വന്നപ്പോൾ അവർ തോറ്റു, അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ആ കുടുംബം അതിന് വളരെ നിരാശ. ആ കുടുംബം പറഞ്ഞു, ഇതുങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് ഇതുങ്ങൾക്കെല്ലാം വേണ്ടി ഇത്ര പണം മുടക്കി, ഇതുങ്ങൾക്കെല്ലാം വേണ്ടി ഇത്ര ഉപവാസം എടുത്തു, ഇതുങ്ങൾക്കെല്ലാം വേണ്ടി ഇത്ര പ്രാർത്ഥിച്ചു, ഇതുങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടു, എന്നിട്ട് ഇതാണല്ലോ ഇതുങ്ങൾ കൊണ്ടുവന്നത്. ഈ കുടുംബനാഥന് ആ മക്കളെ ഓർത്ത്, ആ മക്കളുടെ പരാജയത്തെ ഓർത്ത് ഹൃദയത്തിൽ കഠിനമായ വേദന. ആ വേദന എങ്ങോട്ട് നയിച്ചു? ആ വേദന അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങി. പ്രാർത്ഥനയിൽ വിമുഖത. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടികളുടെ പരാജയം, ഈ കുട്ടികളുടെ നിരുത്തരവാദിത്വം, ഈ കുട്ടികളുടെ തോന്നിയാസം, ഇതിനെക്കുറിച്ച് മനപ്രയാസം, ഇതിനെക്കുറിച്ച് മനപീഡ, മനോദുഃഖം. ആ മനോദുഃഖം അവിടെ ഇരുന്നപ്പോൾ, ആ മനോവേദന അവിടെ ഇരുന്നപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയതയാണ് അത് ബാധിച്ചത്, പ്രാർത്ഥനയാണ് അത് ബാധിച്ചത്, വിശുദ്ധ ജീവിതത്തെയാണ് അത് ബാധിച്ചത്.
സന്ധ്യാപ്രാർത്ഥനയെ ദുർബലനായി, ബൈബിൾ വായിക്കാൻ താല്പര്യമില്ലാതായി, ദുർബലപ്പെട്ട്, ദേവാലയത്തിലേക്കുള്ള ദേവാലയ കർമ്മങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെല്ലാം ദുർബലപ്പെട്ട് ആ മനുഷ്യൻ സാവകാശം 1-2 ആഴ്ചയ്ക്കുള്ളിൽ മദ്യത്തിന്റെ പിടിയിലമർന്നു. അദ്ദേഹം കഠിനമായി മദ്യപിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ച് നോക്കിക്കേ, എന്താ അതിന് കാരണം? ആ ദുരിതത്തിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ദൈവം എന്നെ സഹായിച്ചില്ല. ദൈവത്തോട് കോപം, ദൈവത്തെ ഉപേക്ഷിച്ച്. സത്യം അതാണ്. ദുരിതത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ച്, കഠിന വേദനയെ ദൈവത്തെ ഉപേക്ഷിച്ച്. ഇത് ഒരു വ്യക്തിക്കോ 2 വ്യക്തിക്കോ ഉള്ള ഒരു പീഡയല്ല. ഈ ലോകത്തിൽ അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ സാത്താൻ കൗശലപൂർവം ഇടപെടുന്ന സമയങ്ങളാണ് ഒരു തിരിച്ചടിയുടെ സമയം, ഒരു രോഗത്തിന്റെ സമയം, കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ചില പരാജയങ്ങളുടെ സമയം, കുടുംബത്തിൽ വേണ്ടപ്പെട്ട അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദുരന്ത മരണങ്ങൾ, ഇവയുടെ സമയങ്ങൾ. ആത്മീയത ദുർബലപ്പെടുകയാണ്. സാത്താന്റെ കൗശലം അവിടെ വിജയിക്കുകയാണ്. സാത്താൻ നുണചിന്തകൾ വിതയ്ക്കുന്ന സമയമാണത്. ദൈവത്തിന്റെ മക്കൾ ഈ കാര്യത്തിൽ ദുരിതങ്ങളിൽ ജാഗ്രത പാലിക്കണം. ദുരിതങ്ങളുടെ നാളുകളിൽ സാത്താൻ കളകൾ വിതയ്ക്കും. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയം കൂടിയാണത് എന്ന് ദൈവമക്കളെ തിരിച്ചറിയണം. ഒരുപക്ഷെ കല്യാണം ഉറപ്പിച്ച് അതെല്ലാം ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും വിളിച്ച് അങ്ങനെ ആ ദിവസം ആകുമ്പോഴാണ് കല്യാണം മാറിപ്പോണം. വലിയ ദുഃഖമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് മക്കളെല്ലാം വലിയ വിധത്തിൽ വലിയ പട്ടണങ്ങളിലേക്ക് വിട്ട് പഠിപ്പിക്കാൻ നോക്കി. 5 വർഷവും 8 വർഷവും കഴിഞ്ഞിട്ട് ജയിക്കാതെ തോറ്റ് തുന്നം പാടി അന്വേഷിക്കുമ്പോഴാണ് അവർ പഠിക്കുകയല്ലായിരുന്നു, അവര് നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അറിയുന്നത്. മനസ്സ് തകരരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങി, കൃഷി തുടങ്ങി, എന്നാൽ അത് നിങ്ങൾക്ക് വിജയമല്ല, അഭിവൃദ്ധിയല്ല. നിങ്ങൾ പ്രാർത്ഥനയും അധ്വാനം എല്ലാം കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ടു, അവസാനം കടബാധ്യതയായി. മനസ്സിൽ തകരരുത്. അതിനേക്കാൾ വലിയൊരു ഉയർച്ച, വലിയൊരു ദൈവാനുഭവത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നത് തന്നെ. ദൈവം നിങ്ങൾ അകലെയല്ല, ദൈവം നിങ്ങളെ നയിക്കുകയാണ്. എന്നാൽ സാത്താൻ കളവതയ്ക്കുന്നു. ദൈവം എവിടെ? പ്രാർത്ഥന എവിടെ? എന്ത് ഫലം, എന്ത് ഗുണം, എന്ത് നേട്ടം, എന്തിനിങ്ങനെ? ഇതാ ആത്മീയൻ ദുർബലപ്പെടുകയാണ്. പ്രിയ പൈതലേ, നീ ഉറച്ചു നിൽക്കണം. നിന്റെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് നിന്റെ കൈകൾ ഉയർത്തി നീ പ്രാർത്ഥിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-ാം തിരുലിഖിതം. ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. എൻ്റെ പേര് മഞ്ജുഷ, ഇതെൻ്റെ ഹസ്ബൻഡ് കറിയാച്ചൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആരൺ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ 2 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലാതെ ഞങ്ങൾ വളരെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിഷമം നിൽക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വേറൊരു വിഷമം കൂടി കടന്നു വന്നത്. ഒരു ദിവസം എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ പോലെ കണ്ടു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിലാണ് ഈ മുഴ കാണുന്നത്, ഇത് ക്യാൻസർ ആണോ എന്നൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഒരുപാട് കരയാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മുഴ എടുത്ത് മാറ്റി ബയോപ്സി ഒക്കെ ചെയ്ത് നോക്കാം, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മുഴ ഓപ്പറേഷൻ ചെയ്തു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് ക്യാൻസർ തന്നെയായിരുന്നു. ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ അത് കൺഫേം ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാട് തകർന്നു. ഞാൻ ഓർത്തു, എനിക്കിനിയും വലിയ രക്ഷയൊന്നുമില്ല, ഇനി എനിക്ക് ജീവിതം ഇല്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ ഹൃദയം തകർന്നു. ഞാൻ കറിയാച്ചനോട് പറഞ്ഞു, ഈ രോഗം ഇനി സുഖപ്പെടില്ല, ക്യാൻസർ ഒക്കെ അല്ലേ. ഒരുപാട് വിഷമിച്ചു. ഇങ്ങനെ കരഞ്ഞു, ഏത് നേരവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുമായിരുന്നു. എന്നും കരച്ചില്, എപ്പോഴും വേദന, എപ്പോഴും ദുഃഖം, കുടുംബം ദുഃഖത്തിന്റെ പിടിയിലമർന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി, ഞാൻ തന്നെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു, ആരോ വന്ന് പറയുന്ന പോലെ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട. പെട്ടെന്ന് ആ ഒരു വചനം എന്നോട് ഇങ്ങനെ ആരാണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ഈശോയെ, എൻ്റെ ഈ പേടി മാറ്റാൻ വേണ്ടി എന്നോട് ആരാണ്ട് പറയുന്നതാണല്ലോ എന്നോർത്തു. ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് ചാടി കട്ടിലേൽ നിന്ന് എഴുന്നേറ്റു രൂപത്തിന്റെ മുന്നിൽ പോയി നിന്ന് ഞാൻ ഓർത്തു, ഈശോയെ, നിനക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സുഖപ്പെടുത്ത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് എന്നോട് ഈശോ ഇങ്ങനെ പറയുന്ന പോലെ തന്നെ, നീ നന്നായിട്ട് നീ പ്രാർത്ഥിക്കേ, നീ ഹൃദയം ഉരുകി എന്നോട് നീ ചോദിക്കുക, നിനക്ക് ഞാൻ സാധിച്ചു തരാമെന്ന് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി.
അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി, അമേരിക്കയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി, അവൾ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ എൻ്റെ കാര്യം തന്നെ നോക്കിക്കേ, 5 വർഷം കൂടി ഇരുന്നല്ലേ എനിക്ക് കൊച്ചുണ്ടായത്, അതുപോലെ തന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് നോക്കും. നീ ഒരു കാര്യം ചെയ്യാൻ, നിനക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ നമ്പർ തരാം, നീ അവിടോട്ട് വിളിക്കണം. അവിടെ സിസ്റ്റർ ലൂസി എന്നൊരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്ററിനോട് നിൻ്റെ സങ്കടം നീ പറയണം. എന്നിട്ട് അതോടൊപ്പം തന്നെ നീ സെഹിയോൻ്റെ വെബ്സൈറ്റ് കയറി അഭിഷേകാഗ്നി മാറാനാത്ത ഈ 2 ശുശ്രൂഷയും നിനക്ക് ആകാവുന്നിടത്തോളം നീ കാണണം. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നിന്റെ വിഷമം മാറും, നിന്റെ രോഗം മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്, എൻ്റെ ഈ കൂട്ടുകാരി പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഞാൻ അന്നേരപ്പം തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഈ നമ്പരും എടുത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. ഈ സിസ്റ്ററിനെ എനിക്ക് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഈ സിസ്റ്ററിനെ എനിക്ക് കിട്ടി. സിസ്റ്ററിനോട് ഞാൻ ഒരുപാട് കരഞ്ഞു. സിസ്റ്റർ എന്നോട് ഓരോന്ന് പറയുമ്പോഴും ഞാൻ സിസ്റ്ററിനോട് പറയും, ഒത്തിരി ഞാനെല്ലാം ഓപ്പോസിറ്റായിട്ടാണ് സിസ്റ്ററിനോട് പറയുന്നത്, എൻ്റെ രോഗം മാറില്ല സിസ്റ്ററെ, മാറില്ല. അപ്പോൾ സിസ്റ്റർ കുറേ നേരം 45 മിനിറ്റോളം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്, നിന്റെ രോഗം പൂർണ്ണമായി മാറുകയും ചെയ്യുന്നുണ്ട്, നീയും നിന്റെ ഹസ്ബൻഡും ഒരാൺകുഞ്ഞുമായിട്ട് ഈ സെഹിയോനിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരപ്പോഴത്തേക്കിന് എനിക്ക് വീണ്ടും എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്നെ 5-6 അഭിഷേകാഗ്നിയുടെ എപ്പിസോഡുകൾ കാണാൻ തുടങ്ങി. അങ്ങനെ ആ വെബ്സൈറ്റിലുണ്ടായിരുന്ന എപ്പിസോഡുകൾ മുഴുവൻ ഞാൻ എല്ലാ ദിവസവും മാറി ദിവസം 5-6 എപ്പിസോഡ് വെച്ച് വെബ്സൈറ്റിൽ കയറി, നമ്മുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ കയറി അഭിഷേകാഗ്നി എപ്പിസോഡ് കാണാൻ തുടങ്ങി. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഹസ്ബൻഡിനെയും കൂട്ടി ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ചിരുന്ന് കാണാൻ തുടങ്ങി, കുടുംബമായിട്ട് കണ്ടു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഓൺകോളജിസ്റ്റിനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിന് എൻ്റെ MRI ചെയ്തതിൻ്റെയും CT സ്കാൻ ചെയ്തതിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു. എൻ്റെ തൈറോയിഡ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞതോടുകൂടി ക്യാൻസർ പൂർണ്ണമായും പോയി. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒറ്റ സെൽസ് പോലും ഇനി ക്യാൻസർ സെൽസ് കാണാനില്ലെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. പരിപൂർണമായും ക്യാൻസർ സൗഖ്യപ്പെട്ടെന്നാണ് പിന്നെ ഡോക്ടർമാർ കൊടുക്കുന്ന റിപ്പോർട്ട്. ഡോക്ടർ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു, 99% ഈ രോഗം ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ചെറിയ ഇതുപോലും എനിക്ക് കാണുന്നില്ല, നീ ധൈര്യമായിട്ട് പൊക്കോ, നിന്നെ ഞാൻ ഓൺകോളജിയിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാനതുകൊണ്ട് ഡോക്ടറെ കാണാനോ ഒന്നും പോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷമായിട്ട് ഇവൻ എത്തിയത്. ഞാനങ്ങനെ പ്രഗ്നൻ്റ് ആയി. ഇന്നിപ്പോൾ ഇവന് 2.25 വയസ്സുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത്. ഇംഗ്ലണ്ടിൽ നിന്ന് ലണ്ടൻ പ്രദേശത്ത് നിന്ന് ഇവർ യാത്ര ചെയ്ത് അട്ടപ്പാടിയിൽ ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട്, സിസ്റ്റർ ലൂസി ഇവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരി അപ്പോൾ ആ ഡോക്ടർ 100% ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്ത് റിസൾട്ട്, ബയോപ്സിയുടെ റിസൾട്ട് വന്ന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്ത് ആ ദുഃഖത്തോടെ എന്നും കരച്ചിൽ, എന്നും വേദനയായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾ 4 വർഷമായിട്ട് കുട്ടികൾ ഇല്ലെന്ന് ഓർക്കണം. കുട്ടികളില്ലാത്ത വേദന ഒരു ഭാഗത്ത്, രോഗത്തിന്റെ വേദന ഒരു ഭാഗത്ത്, ഭാവിയിലേക്കെല്ലാം ഇരുട്ടും നിറഞ്ഞ അന്തരീക്ഷം ഒരു ഭാഗത്ത്, എല്ലാ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉറക്കമില്ല, ഭക്ഷണമില്ല, വേദനയായിട്ട് ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ ഫോൺ എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഇതാ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി, നിന്റെ രോഗം പരിപൂർണമായി മാറും, നീ മരിക്കില്ല, മാത്രമല്ല ഒരു ആൺകുട്ടിയുമായി നീ ഇവിടെ വന്ന് അട്ടപ്പാടി സ്റ്റേജിൽ നിൽക്കണം, ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രവചനം അങ്ങോട്ട് പൂർത്തിയായി. പരിശുദ്ധാത്മാവ് കൊടുത്ത ആ ദർശനം ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സിസ്റ്ററിന് ദർശനമായിട്ട് കൊടുത്തത് ഇപ്പൊ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഈ കോമ്പൗണ്ടിനുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ജീവിതം എത്രയോ കഠിനമായ അവസ്ഥകളിലേക്ക് നീങ്ങി, എന്നാൽ അവർക്കൊരു ആത്മീയ ഉപദേശം, അവർക്ക് ദൈവവചന പ്രകാശം, അവർക്കൊരു പരിശുദ്ധാത്മ ടച്ച് എന്തായി? അവരുടെ ജീവിതത്തിന്റെ ആ ഒരു കണ്ണുനീര് അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ദൈവാനുഭവത്തിന്റെ വേദിയാക്കി മാറ്റിയില്ലേ? ഹല്ലേലൂയ. ഒരു തകർച്ച, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തിരിച്ചടി, അത് നമ്മുടെ പരാജയത്തിനല്ല. അവിടെ നമ്മൾ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കണം. അതിനും അപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം അത് 25-ാം തിരുലിഖിതം, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നു എന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു.
എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ജോബിന്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അവന്റെ ജീവിതം എല്ലാ കണ്ണുനീരും അവന് മഹത്വമായി മാറി. അവന്റെ ജീവിതം എല്ലാ വേദനകളും അവന് ഉപരി ദൈവാനുഭവമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദുരിതത്തിലും തകർച്ചയിലും ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള സാത്താന്റെ കൗശലം അനുഭവപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധമുള്ള ദൈവാനുഭവത്തിന്റെ കൃപയുടെ അഭിഷേകത്തെയാണ് ഞാൻ തട്ടിക്കളയുന്നത്. ഈ ഒരു പ്രതികൂലത്തെ അതിജീവിച്ചാൽ വലിയൊരു സമ്മാനം എന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു. അതിന്റെ പാരമ്യത്തിലൂടെ, ആ വേദനയുടെ പാരമ്യത്തിലൂടെ, ആ തകർച്ചയുടെ പാരമ്യത്തിലൂടെ, ആ കണ്ണുനീരിന്റെ ആ പരാജയത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കടന്നുപോയേ മതിയാവും. അതിനപ്പുറത്ത് വലിയൊരു കൃപ, വലിയൊരു വിജയം, വലിയൊരു അവാർഡ്, വലിയൊരു കിരീടം എനിക്കായി സ്നേഹിക്കുന്ന കർത്താവ്, ജീവിക്കുന്ന കർത്താവ്, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന കർത്താവ് എനിക്കായി കരുതിയിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഇച്ഛാഭംഗത്തിന്റെയും മനം മടുപ്പിന്റെയും പിന്മാറ്റത്തിന്റെയും നിരാശയുടെയും സങ്കടത്തിന്റെയും ആധിപത്യങ്ങൾ തകരാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് വീണു പോകുന്ന, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ചു പോകുന്ന, ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ അന്തരീക്ഷങ്ങളുടെ മേലും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ബലം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങൾ പൊതിയണമേ കർത്താവേ. ഈ ദൈവമക്കൾ ആരെങ്കിലും ദുർബലപ്പെട്ട് സാത്താനെ പീഡിരിക്കുന്നെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സാത്താനും അവന്റെ കുതന്ത്രങ്ങളും ഈ ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. യുവതിവാക്കന്മാരുടെ കൃപ നിറയട്ടെ. ഓ, ഈ കുടുംബങ്ങളെല്ലാം പുതുജീവൻ പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 43-ാം സങ്കീർത്തനത്തിൽ 5-ാം തിരുലിഖിതം. എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുലിഖിതം. സ്വർഗത്തിൽ നിന്നും ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഓരോ കുടുംബത്തിന്റെയും വേദനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവേ, ആരാധന, 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 ആരാധന.
ഈ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. എല്ലാം നഷ്ടപ്പെട്ടവർ, മനസ്സ് തകർന്നു കിടക്കുന്നവർ, ശരീരത്തിൽ രോഗികളായിരിക്കുന്നവർ, കുടുംബം തകർന്നു കിടക്കുന്നവർ, ബന്ധങ്ങൾ അറ്റുപോയവർ, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കും സകല കുടുംബത്തിൻ്റെ കണ്ണുനീരുകളിലേക്കും ലോകരക്ഷിതാവായ യേശുവേ, അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സ്പർശനം ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന.